I'm Deepa Spanikar here inside my house. This is my house, and that Vrinda and one bold person came for doing drama actually for doing drama as me and that bastard actually. Before also I have uploaded. After some time they were not coming actually. Now again started. Okay, dramas in my name. I am here inside my house. This is my house, and they are at that house. Okay. പിന്നെ ഭയങ്കര ചിരിച്ചങ്ങ് കുഴയുകയാണ്, ചിരിച്ച് കുഴഞ്ഞങ്ങ് മറിയുകയാണ്. എന്താണ് ചിരിച്ചു കുഴഞ്ഞ് മറിഞ്ഞെന്താ ഒരു സന്തോഷം നമുക്ക്, ഭയങ്കര സന്തോഷം. അങ്ങ് സന്തോഷിച്ചാൽ പോരെ, വല്ലവരുടെയും പേരൊന്നും എടുത്തിടേണ്ട കാര്യമില്ലേ ഈ സന്തോഷിക്കുന്നതിന്. പിന്നെ നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കല്ല ഇവളുമാരുടെ ജോലി. ഇവളിങ്ങനെ ഇനി വന്നിരിക്കുകയാണ്. വല്ലവനെക്കുറിച്ചും കഥയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, അവനവൻ്റെ കഥയും ഉണ്ടാക്കി ഇട്ടാൽ മതി. അവനവൻ കഥ പറഞ്ഞോ, അവനവൻ്റെ കഥയെക്കുറിച്ചൊക്കെ പറഞ്ഞ് കാശ് വാങ്ങിച്ചാൽ മതി, അല്ലാതെ വേറുള്ളവരുടെ കാശൊന്നും വാങ്ങിക്കേണ്ട. അത് ഞാൻ ഇന്ന് രാവിലെ മുതൽ രാജമ്മ ഇതിനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, രാജമ്മയുടെ ഡ്രാമയ്ക്കാണ്. രാജമ്മ ഇങ്ങനെ വിളിക്കും കുറേ ഡ്രാമയുമായിട്ട് അവൾ. നിങ്ങളെല്ലാം കേട്ടല്ലോ എന്തിനാണ് വിളിച്ചതെന്നുള്ളത് രാജമ്മ, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. ഇവൾ വിളിച്ചത് ഇവളുടെ പെൻഷൻ കിട്ടിയില്ല, മറ്റേതാണ് മറിച്ചേതാണ്. ഇവളുടെ ഡ്രാമകൾ നിങ്ങൾ കണ്ടല്ലോ. തൃശ്ശൂർ കൊണ്ടുവിട്ടവൾ ചാടി അരീക്കര വന്നിട്ട് പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവൾ കള്ളം പറഞ്ഞ് അവിടെ കയറി. എന്തുവാ എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട് അതിൻ്റെ. ഇവൾ എന്തുവാ രക്തമ്മയുടെ മകളല്ലാത്ത രീതിയിലാണ് ഇവരെ കൊണ്ടുവിടുന്നത് അവിടെ അരീക്കരയിൽ. കാരക്കാടാണ്, കാരക്കാട് സാവിത്രി എന്ന് പറയുന്ന ഒരു അമ്മയുടെ വീട്ടിൽ. അപ്പോൾ ആ അമ്മയുടെ മോള് തന്നെയാണ് ഇതെല്ലാം പറഞ്ഞത് എന്നോട്. പിന്നെ എന്തുവാ അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പം ചാടി കന്യക കടയിൽ ചെന്ന്. ഇപ്പം കന്യക കടക്കാർ ഫോൺ എടുക്കത്തില്ല, എല്ലാം ഇതെല്ലാം സെറ്റപ്പ് ഡ്രാമകളാണ് ഇവരുടെ. ഇപ്പം കന്യക കടക്കാർ ഫോൺ എടുക്കത്തില്ല. അപ്പം എന്തൊക്കെയോ ഭയങ്കര കള്ളങ്ങളാണ്. അവിടെ പോയോന്ന് തന്നെ അറിയത്തില്ല, എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ട് അവിടെ നിന്ന് വിളിപ്പിക്കുകയൊക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓട്ടോ പിടിച്ചങ്ങ് വരാൻ പറഞ്ഞാൽ ഇവർ ഓട്ടോ പിടിച്ചിങ്ങ് പോകുന്നതിനെ ഇങ്ങോട്ട്. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല ഇനി. അപ്പോൾ ഇങ്ങനെ പല പല ഡ്രാമകളുമായിട്ട് രാവിലെ അങ്ങ് വിളി തുടങ്ങും. എന്തുവാ രാജേഷിനെ വിളിക്കുന്നു, മറ്റവരെ വിളിക്കുന്നു, എന്താവാന്ന് അങ്ങ് വിളിച്ചങ്ങ് ഡ്രാമകളാണ്. എന്തുവാ പെൻഷൻ കിട്ടിയില്ല, മറ്റേ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ ഡ്രാമ. ഇതെല്ലാം നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഫോണിൽ കൂടി ഇങ്ങനെ ഡ്രാമ കളിക്കല ജോലി. പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുക, ഇങ്ങനെ നമ്മളെക്കുറിച്ച് കഥയുണ്ടാക്കാൻ. ഈ കഷണ്ടി ചെയ്യാനൊരു ജോലിയില്ല, ഇങ്ങനെ വന്ന് അവിടെ ഇങ്ങനെ നിൽക്കുക, ഫോണും ഒക്കെ പ്രവർത്തിപ്പിച്ച് ഇങ്ങനെ നിൽക്കാനുള്ള ഇതിലിങ്ങനെ വന്നിരിക്കുക. അവൻ്റെയും അവളുടെയും കൂടെയുള്ള വട്ടം ചുറ്റിയുള്ള നിപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവരുടെ വട്ടം ചുറ്റിയുള്ള നിപ്പൊക്കെ അങ്ങ് ഇട്ടാൽ മതി, അല്ലാതെ നമ്മളെക്കുറിച്ചൊന്നും പറയണ്ട. നമുക്ക് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് തുറന്ന് അപ്ലോഡ് ചെയ്യാൻ അറിയാം, മനസ്സിലായില്ലയോ? ആളിനെ വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്തോളും, ആളിനെ വെച്ച് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ കൂടുതലൊന്നും ഇതാക്കേണ്ട കാര്യമില്ല, മനസ്സിലായില്ലയോ? മറ്റുള്ളവരെക്കുറിച്ച് കഥയൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ ഇവരുടെ കാര്യം നോക്കിയാൽ മതി. പിന്നെ എന്തോ ബിജു പി നമ്മുടെ എൻ്റെ വീടിൻ്റെ വടക്കേ താമസിക്കുന്നവരവനുണ്ട്, സുബ്രഹ്മണ്യൻ. അവനെപ്പോഴും നമ്മളെക്കുറിച്ചൊന്ന് ബിജു പി നല്ലവൻ. ഞാൻ ഡിവോഴ്സ് ചെയ്തവനെ. അപ്പം 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഡിവോഴ്സ് ചെയ്തത്. 2002 കല്യാണം, June 16, 2019 January 26 ബന്ധം ഒഴിയുന്നത്. അപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മാവേലിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാവേലിക്കര ഫാമിലി കോടതി വഴിയാണ് ബന്ധം ഒഴിയുന്നത്. അന്നേരം ഇവൻ്റെ വീട്ടിൽ ഈ പറയുന്ന ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ്റെ മകനൊരു ഓൺലൈൻ പ്രേമത്തിൽ കൂടെ കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത്. ഒരു നേഴ്സിനെ, ഗൾഫിലുള്ള നേഴ്സാണെന്നാണ് പറയുന്നത്. നമുക്കൊന്നും അറിയത്തില്ല. അവൾ കല്യാണം കഴിച്ചിട്ട് ഓൺലൈൻ വഴിയായിരുന്നു എല്ലാം. പിന്നെ ഭയങ്കര ഇതെന്തോ പിടിച്ചുകൊണ്ട് വരുന്നു, അങ്ങനെ ഭയങ്കര ഡ്രാമകളൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞപ്പം എന്താണ് ഭയങ്കര ഡ്രാമകളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 എന്തായാലും 2016 ഒക്കെ ആയിരിക്കും കല്യാണം, 14 അല്ല. അപ്പോൾ കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഒരു 5 അതിൽ കൂടുതലൊന്നും ആയി കാണത്തില്ലായിരിക്കും ഇപ്പം. 2014 കഴിഞ്ഞാണ് എന്തായാലും ഇവൻ്റെ കല്യാണം. അപ്പം ഇത്ര വർഷങ്ങളേ ആയുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2018 ഇവൻ ആക്സിഡൻറ്റ് വരുന്നതും, ആക്സിഡൻ്റ് എന്നുള്ള കള്ള നാടകങ്ങളൊക്കെ ഒപ്പിക്കുന്നതും. അങ്ങനെ ഗൾഫ് ഇൻഷുറൻസൊക്കെ ഇവൾ ഹണി ട്രാപ്പ് ചെയ്തതാണ് ഈ സിജി എന്ന് പറയുന്നവനെ, ഇവൻ്റെ മകനെ. എന്നിട്ട് ഗൾഫ് ഇൻഷുറൻസൊക്കെ തട്ടിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇവളുടെ പാട്ടിന് പോയി. ഇവൻ സാധാരണ നിങ്ങളുടെയൊക്കെ നാട്ടിലും നിങ്ങളുടെയൊക്കെ വീടുകളിലും ആക്സിഡൻറ്റ് പറ്റിയവർ കാണും, മരണപ്പെട്ടവരെല്ലാം അവരുടെ വീട്ടിലങ്ങ് പോവുകയാണോ? ആക്സിഡൻറ്റ് പറ്റിയ ഹസ്ബൻഡിനെ കളഞ്ഞേച്ച് അവരങ്ങ് വീട്ടിൽ പോകും ഉടനെ തന്നെ. അല്ല, ഞാൻ ചോദിക്കുകയാണ്.
അപ്പോൾ ഇവളുടെ വീട്ടിലാണ് അങ്ങനെ സംഭവം നടന്നത്. ആക്സിഡൻറ്റ് പറ്റിയവനെ കളഞ്ഞേച്ച് എവിടെയോ കൊണ്ട് ഇപ്പം വിട്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും വേണ്ട, ഇവക്കും വേണ്ട, അവനെ എവിടെയോ ഒക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഭയങ്കര, ഇവനാണെങ്കിൽ ഈ മേഫെയർ എന്ന് പറയുന്നിടത്ത് അവൻ അപ്പുറത്തെ ബാറിലും ഇഷ്ടം പോയി ഇരുന്നങ്ങ് ഭയങ്കരമായിട്ട് കള്ള് കുടിച്ചിട്ട് നാഴിക്ക് 40 വട്ടം ഇതുവഴി പോവുക, നമ്മളെ ചീത്ത വിളിക്കുക, ഇതൊക്കെയാണ് ജോലികൾ. ഇത് മാത്രമേ ഉള്ളൂ അവന് ജോലി. അപ്പം ഇങ്ങനെ, അപ്പം ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ വെറും വർഷങ്ങൾ മാത്രം ഇതായ എന്തുവാ മകനെയും ഭാര്യയും കൂടെ നീ ഒന്നിപ്പിച്ച് നിർത്തണം. നിൻ്റെ വീട്ടിൽ ഡിവോഴ്സോ എന്തോ കഴിഞ്ഞെന്ന് ഞങ്ങൾക്കറിയത്തില്ല. നിൻ്റെ വീട്ടിലെ എന്താ ഹിഡനായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കോടതി വഴി ഇതെല്ലാം നടത്തിയിട്ട് ഇതാക്കിയിരിക്കുന്നത്. നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എന്താടാ? നിൻ്റെ വീട്ടിൽ ഞങ്ങൾ കോടതി വഴിയുള്ള എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എൻ്റെ കയ്യിൽ എല്ലാ ഇതും ഉണ്ട്, ഡിവോഴ്സ് ഡിഗ്രി ഉണ്ട് എൻ്റെ കയ്യിൽ, ഡിവോഴ്സ് ചെയ്തതിന് തെളിവ്. നിൻ്റെ വീട്ടിൽ എന്തൊക്കെയാടാ കാര്യങ്ങൾ? ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡിവോഴ്സ് ഡിഗ്രിയൊക്കെ. നിൻ്റെ വീട്ടിലെന്താണ് ഹിഡനായിട്ട് നടക്കുന്നത്? അതുപോലെ മോഹൻ സിംഗ്, സദാനന്ദ മന്ദിരത്തിലെ മോഹൻ സിംഗ് എന്ന് പറയുന്ന അവൻ്റെ ഭാര്യ, ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് അവൻ കല്യാണം കഴിച്ചത്. അവൻ ഡിവോഴ്സ് ചെയ്തിട്ട് ഇപ്പം നാളുകളായി. നിൻ്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റിയടാ? നിൻ്റെ ഭാര്യ ഇതുപോലെ തന്നെ ഇവൻ്റെ വീട്ടിൽ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ അവൻ്റെ കൊച്ചിനെ വളർത്തുന്നത്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ എന്നോട് പറയുന്നു, മാളു അവിടെ നിൽക്കുന്നു, മാളു തന്തയുടെ കൂടെയാണ്. ഇവനാരാ പറയാൻ? ഇവനാ ഈ വീട്ടിൽ ഭരിക്കാനാരാ? ഇവന്മാരൊക്കെ എൻ്റെ വീട് കയറി ഭരിക്കാനാരാ? മാളു എവിടെ നിൽക്കണം? മാളുവിനെയും കൊണ്ടല്ല, പെണ്ണുങ്ങളാരും കല്യാണം കഴിക്കുമ്പം കൊച്ചിനെയും കൊണ്ടല്ല അങ്ങോട്ട് പോകുന്നത്. മനസ്സിലായില്ലയോ? അപ്പം അവൻ്റെതാണ്. അപ്പം അവനാണ് നോക്കേണ്ടത്, അവനാണ് വളർത്തേണ്ടത്. മനസ്സിലായില്ലേ? അവന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. പെണ്ണുങ്ങളെല്ലാം വലിച്ചുകൊണ്ട് പോരണമെന്ന് ഇത്ര നിർബന്ധം എന്തുവാ? ഇവനാരാ പിന്നെ എൻ്റെ കാര്യമൊക്കെ ഡിസൈഡ് ചെയ്യാൻ? ഇവന്മാരാരാ? മോഹൻ സിംഗിനെയും അവൻ്റെ പെണ്ണുമ്പിള്ള കാരക്കാട്ടുകാരി, ഇതുപോലെ തന്നെ രാജമ്മയ്ക്കൊക്കെ അറിയുന്നവളാ അവളെ. കാരക്കാട്ടുകാരി, എന്താ അവിടെ പേര്? ചൈതന്യ, ചിന്നു എന്നാണ് വിളിക്കുന്നത്. ചൈതന്യ. നിൻ്റെ ഭാര്യ എന്ത് ചെയ്യടാ? മോഹൻ സിംഗിൻ്റെ ഭാര്യ എന്ത് ചെയ്യേ? നീ വിളിച്ചോണ്ട് നിർത്തടാ. അതുപോലെ LG നിവാസിൽ ഒരെണ്ണമുണ്ട്, അതും ഇവനും ഇങ്ങനെ ഡ്രാമ കാണിച്ച് നടക്കാം. നിൻ്റെ ഭാര്യയും കൊച്ചുമൊക്കെ എന്ത് ചെയ്യടാ? നീയൊക്കെ അവരവരുടെ മക്കളെയൊക്കെ വിളിച്ച് നിർത്തുകയും പിടിക്കുകയൊക്കെ ചെയ്യും. നീ ഇതുപോലെ നാട്ടുകാരുടെ വീട്ടിൽ കയറി ഭരിക്കാൻ വരണ്ട. സഹദേവ മന്ദിരത്തിൽ കയറി ഭരിക്കാനൊന്നും ആരും വരണ്ട. സഹദേവ മന്ദിരത്തിൽ ഭരിക്കാൻ ഇവനൊക്കെ ആരാ? തുമ്പി എന്ന് പറയുന്ന ഇവളാരാ? നീ ആരാടി? നിനക്കെന്തോ രോഗം? നിനക്കങ്ങ് ഭയങ്കര ചിരി വരുന്ന, എന്തോ ഇത്ര വലിയ ചിരിക്കാൻ? ഒക്കെ എന്തോ എന്തെങ്കിലും 5 പൈസയുടെ എന്തോ ജോലി ചെയ്ത് വല്ല 5 പൈസ ഉണ്ടാക്കിയിട്ടുള്ള പഠിത്തത്തിൽ കൂടെ എന്തെങ്കിലും എന്താ പറയുന്നത് അച്ചീവ് ചെയ്തവളാണെങ്കിൽ വലിയ ഇതില്ല. ഇവളൊന്നും ചെയ്തിട്ടില്ല. ഇവളിങ്ങനെ എന്തോ തൊപ്പിയിട്ട് ഇവിടെ ചേട്ടത്തിക്കാണെങ്കിൽ കൊട്ടയിലെടുക്കാവുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ഇവളങ്ങ് കുഴഞ്ഞു മറിയുക. ഇവർക്ക് ഇതേ അറിയത്തുള്ളൂ, ഇങ്ങനെ കുടഞ്ഞങ്ങ് ഇടാൻ, കൊട്ടയിലോട്ട് കുടഞ്ഞിടുക അങ്ങ്. അതല്ലാതെ വേറൊന്നും അറിയത്തില്ല. നീ എന്തോ എന്നിട്ട് ഇതാക്കുന്നത്? നീ എന്തോ എടുക്കുക? നീ എന്തോ മറ്റുള്ള പെണ്ണുങ്ങളെക്കുറിച്ച് ഇത്ര വലിയ ജഡ്ജ് ചെയ്യാൻ? നീ ആരാ? നീ നിന്നെക്കുറിച്ച് അങ്ങ് ജഡ്ജ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? വല്ലവരെക്കുറിച്ച് നീ ഏതോ ഒരു കഷണ്ടി ചെയ്യാനും കൊണ്ട് നീയും കൂടെ എന്നെ ജഡ്ജ് ചെയ്യാൻ ആരാടാ? അവനാരാണെന്ന് ഏതോ ഒരു കഷണ്ടി ചെയ്യാൻ വന്ന് കിടന്ന് ജഡ്ജ് ചെയ്യാൻ? കെട്ട കേടുമ്പെല്ലാം ഇങ്ങനെയാണ്. ഇപ്പം ഇവരുടെ വീട്ടിലെ വലിയ വലിയ കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഉടനെ വന്ന്, ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഭയങ്കര കോമയിലായിരുന്നു അവൻ. വന്ന് 1 വർഷം തികയുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അവൻ ആക്സിഡൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആക്സിഡൻ്റ് ഒന്നും അല്ലായിരുന്നു. അവനൊരു തലയ്ക്കും ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. അവനെ ഇങ്ങനെ കള്ളിനകത്ത് ഇവന്മാരയിൽ ആനയമയക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ മയക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവൻ്റെ ബിജു പി എന്ന് പറയുന്നവൻ്റെ സ്വന്തം അമ്മയുടെ ചേട്ടത്തിയുടെ മരുമകളും മകനും എന്നോട് വിളിച്ചു പറഞ്ഞതാ, എന്താ ജ്യൂസിനകത്ത് കലക്കി കൊടുക്കാവോ ദീപയ്ക്ക്, മറ്റേത് കൊടുക്കാവോ, മറിച്ചേത് കൊടുക്കാവോ, ഇതെല്ലാം ചോദിക്കുന്നു. ഇവൻ്റെ കയ്യിൽ ഇങ്ങനെ പല മയക്കുന്ന സാധനങ്ങൾ, പല പല കാര്യങ്ങളാണ്, സ്ലോ ആക്ടിങ് പോയിസണ് പലതും കൊണ്ടാണ് ഇവന്മാർ നടക്കുന്നത്. ഇവൻ അങ്ങനെയല്ല. അവൻ മോഹൻ സിംഗും എല്ലാം കൂടെ ഇരുന്ന് കുടിച്ചേച്ച് ഇവൻ്റെ വീട്ടിൽ നിന്നാണ് ഇവൻ എന്തോ സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ പോകുന്നത്. ഇവനെ ഇതുപോലെ ആനയമയൊക്കെ കൊടുത്ത് വിട്ടതാക്കാം, കള്ളിനകത്തൊക്കെ കൊടുത്ത് വിട്ടിട്ട് അവൻ എന്തോ ഈ നമ്മുടെ ബാലഭാസ്കറിൻ്റെ കൂട്ട് തന്നെ ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ. എല്ലാവർക്കും അറിയാം കൊലപാതകമാണെന്ന്, പക്ഷെ ഒന്നും പുറത്തു വരുന്നില്ല, അത്രയേ ഉള്ളൂ. മനസ്സിലായി? അതുപോലെ കോൺട്രവേഴ്സിയാണ് ഇതും. നിനക്ക് കോൺസ്പിറസി എന്നും കൂടെ പറയണം. എന്നിട്ടിങ്ങനെ നടക്കുക. ഇവനെ പിടിച്ച് അവിടെ ചെന്നപ്പോൾ മയങ്ങി വീണ് പുറകിലുണ്ടായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന രാജേഷ് ഗംഗയും അവരും എല്ലാം കൂടെ ഇവനും എല്ലാം കൂടെ അങ്ങ് ലേക്ക് ഷോറിൽ കൊണ്ടുവന്ന് ആക്കിയത്. കൈയും കാലും കെട്ടിയിട്ട് കോമക്കാരെ കെട്ടിയിടുന്നത് കണ്ടിട്ടുണ്ടോ? ഫോട്ടോ എടുക്കണ്ടായിരുന്നു, പക്ഷേ അതങ്ങ് അന്ന് അത്രയ്ക്ക് ഇതില്ലായിരുന്നു. അന്നേ ഫോട്ടോ എടുത്ത് വെക്കേണ്ടതായിരുന്നു. ലേക്ക് ഷോറിലെ കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ലയോ? ലേക്ക് ഷോറിൻ്റെ എല്ലാം ഗൂണ്ടായുസങ്ങളൊക്കെ, മാഫിയ സംഘം, ഹോസ്പിറ്റലിലെ മാഫിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയത്തില്ലേ? ഇപ്പം ഹോസ്പിറ്റലിൽ നടക്കുന്ന മാഫിയയും ഓർഗൻ മാഫിയകളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. ഇവനും വന്നിരിക്കുക ഒരു കഷണ്ടിയാൻ.
ഇങ്ങനെ വന്ന് നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിക്കുക, കുറേ ഫോണുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. നമുക്ക് ആ പരിപാടിയൊന്നുമില്ല. ലേസർ അടിയും സോണിക് വെപ്പൺ ഉപയോഗമൊന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ മര്യാദയ്ക്ക് ഇരിക്കുക. കണ്ടവരെ ഒന്നും തലയ്ക്കടിച്ചും ഒക്കെ ഇതാക്കിയിട്ട് ഇവളാണ് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ വല്യച്ഛൻ എന്ന് പറയുന്ന ആളുടെ സ്വത്തെല്ലാം വഹിച്ചെടുത്ത് വെച്ച് നടക്കുക ഇവളുടെ ഭർത്താവും കൂടെ. നിങ്ങൾക്ക് തിരക്കാം, ഇഷ്ടംപോലെ കേസുണ്ട്. കൈവിരൽ പതിപ്പിച്ചെടുക്കുന്നതൊക്കെ നല്ല നല്ല പരിചയമാണ്. ഇങ്ങനെ എടുത്ത് നടക്കുക.